എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും വന്നേക്കുന്നത് ലൈറ്റ്റൂം ട്യൂട്ടോറിയലായിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂഡി ബ്രൗൺ എഡിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഡിറ്റിംഗ് എന്ന് അറിയാൻ വേണ്ടി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യമേ ലൈറ്റ് ടൂളിലേക്ക് പോകാം. ലൈറ്റ് ടൂളിനകത്ത് ഞാൻ ഇവിടെ എക്സ്പോഷർ ഒരു പൊടിക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 0.20 ഞാൻ ഇവിടെ എക്സ്പോഷർ കൂട്ടിയേക്കുന്നത്. നിങ്ങളുടെ ഫോട്ടോ ലെൻസ് നിങ്ങൾ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കോൺട്രാസ്റ്റ് ഏകദേശം ഒരു 18 വരെ നമുക്ക് കുറയ്ക്കാം. ശേഷം ഹൈലൈറ്റ്സ് ഏകദേശം ഒരു 100 വരെ നമുക്കിവിടെ കുറയ്ക്കാം. ഫുള്ള് കുറയ്ക്കുക ഹൈലൈറ്റ്സ്. ഷാഡോസിലോട്ട് പോവുക. ഷാഡോസ് ഫുള്ള് നമുക്ക് കൂട്ടാം. 100 വരെ നമുക്കിവിടെ കൂട്ടിയിട്ടുണ്ട്. അതിനുശേഷം വൈറ്റ് സെലക്ട് ചെയ്യാം. വൈറ്റ് ഏകദേശം ഒരു 24 വരെ നമുക്കിവിടെ കൂട്ടാം. പിന്നെ ബ്ലാക്ക്സ് ഏകദേശം ഒരു 64 വരെ നമുക്കിവിടെ കുറയ്ക്കാം. അപ്പോൾ നമ്മുടെ ലൈറ്റ് ടൂളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത കെയർ ടൂളിലേക്ക് പോകാം. നമുക്ക് കെയർ ടൂൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. നമുക്ക് ഉയർത്തി നടുക്കത്തെ പോയിന്റിലേക്ക് കൊണ്ടുവരിക. കൂട്ടി ഡൗൺ ചെയ്യുക. നമുക്ക് ഏകദേശം ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും കൃത്യ എഫക്റ്റ് കിട്ടുള്ളൂ. നമുക്കിനി ഡൺ കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ കളർ ടൂളിലേക്ക് പോവാം. കളർ ടൂളിൻ്റെ നമുക്കിവിടെ ടെമ്പറേച്ചർ ഏകദേശം ഒരു 2 വരെ നമുക്ക് കുറയ്ക്കാം. വൈബ്രൻസ് ഏകദേശം ഒരു 8 വരെ നമുക്കിവിടെ കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഒരു 16 വരെ. ഇനി മിക്സ് ടൂളിലേക്ക് പോവുക. മിക്സ് ടൂളിൽ നമുക്ക് റെഡ് സെലക്ട് ചെയ്യാം. റെഡിൻ്റെ അകത്ത് ഏകദേശം സാച്ചുറേഷൻ ഒരു 22 വരെ നമുക്ക് കൂട്ടാം. പിന്നെ ലൂമിനൻസ് ഏകദേശം ഒരു 50 വരെ നമുക്ക് കൂട്ടാം. അതിനുശേഷം ഓറഞ്ചിലേക്ക് പോവാം. ഓറഞ്ചിൻ്റെ അകത്ത് നമുക്ക് സാച്ചുറേഷൻ ഒരു 7 വരെ നമുക്ക് കൂട്ടാം. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു ലൂമിൻസ് ഏകദേശം ഒരു 36 വരെ നമുക്ക് കൂട്ടാം. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു 7 വരെ നമുക്കിവിടെ കൂട്ടാം. നമുക്കിനി അടുത്ത യെല്ലോയിലേക്ക് പോവാം. യെല്ലോയ്ക്കകത്ത് നമുക്ക് ഏകദേശം ഒരു ഹ്യൂ ഒരു 60 വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു 40 വരെ നമുക്ക് കുറയ്ക്കാം. അതിനുശേഷം നമ്മൾ ഗ്രീനിലേക്ക് പോവാം. ഗ്രീനിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം ഒരു ഹ്യൂ ഒരു 78 വരെ നമുക്കിവിടെ കുറയ്ക്കാം. നമുക്ക് കൃത്യ ലെവലിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നാലും കൃത്യ എഫക്റ്റ് കിട്ടുള്ളൂ. അടുത്ത സാച്ചുറേഷൻ ഏകദേശം ഒരു 82 വരെ നമുക്ക് കുറയ്ക്കാം. ലൂമിനൻസ് ഏകദേശം ഒരു 50 വരെ. അടുത്ത നമുക്ക് ബ്ലൂയിലേക്ക് പോകാം. ബ്ലൂവിൻ്റെ അകത്ത് ഹ്യൂ ഏകദേശം ഒരു 10 വരെ നമുക്കിവിടെ കുറയ്ക്കാം. സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂട്ടാം. ഞാൻ ഇപ്പം 12 വരെയാണ് സാച്ചുറേഷൻ കൂട്ടിയേക്കുന്നത്.
ലൂമിനൻസ് നമുക്കൊരു പൊടിക്ക് വയ്ക്കാം. ശേഷം ബ്ലൂയിലേക്ക് പോവുക. ബ്ലൂവിൻ്റെ അകത്ത് നമുക്ക് സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂട്ടാം. ലൂമിനൻസ് ഒരു പൊടിക്ക് കൂട്ടാം. ഇനി അടുത്ത് നമുക്ക് ഡൺ കൊടുക്കാം. നമ്മളപ്പം കളർ ഗ്രേഡിങ് കണ്ടിട്ടുണ്ട്. നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് എഫക്ട്സിലേക്ക് പോവാം. എഫക്ട്സിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ക്ലാരിറ്റി ഒരു പൊടിക്ക് കൂട്ടാം. DS ഒരു പൊടിക്ക് കൂട്ടാം. ശേഷം വിഗ്നേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത് നമുക്ക് സ്പ്ലിറ്റ് ഓണിലേക്ക് പോവാം. സ്പ്ലിറ്റ് ഓണിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം ഒരു 45 വരെ നമുക്ക് ഹ്യൂ കൂട്ടണം, ഹൈലൈറ്റ്സ്. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു 5 വരെ. ഇനി അടുത്ത് നമുക്ക് ഷാഡോസിൻ്റെ അകത്ത് ഹ്യൂ ഏകദേശം ഒരു 201 വരെ. സാച്ചുറേഷൻ ഒരു 16 വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നിങ്ങൾ താഴെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഡീറ്റെയിൽസിൻ്റെ നമുക്ക് ന്യൂസ് ക്രഷ് ഒരു പൊടിക്ക് കൂട്ടാം. കളർ ന്യൂസ് ക്രഷ്. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ബിഫോർ ആഫ്റ്ററും കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.